പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS BSc നഴ്സിംഗ് അതുപോലെ തന്നെ 11ഓളം മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ ആരംഭിച്ചു. അപ്ലൈ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ് 12/6/2024 നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്ന കോഴ്സുകളുടെ ലിസ്റ്റാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. കഴിഞ്ഞ വർഷം 13 കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നടത്തിയിരുന്നു. ഈ വർഷം മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി BSc MRT എന്ന കോഴ്സിലേക്ക് അഡ്മിഷൻ നടത്തുന്നില്ല. ആ കോഴ്സിന് ഏറെക്കുറെ സമാനമായിട്ടുള്ള കോഴ്സാണ് റേഡിയോ തെറാപ്പി ടെക്നോളജി എന്ന കോഴ്സ്. അത് കഴിഞ്ഞ വർഷം ആരംഭിച്ച കോഴ്സാണ്. ചെയ്യുവാനായി SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് 400 രൂപയും ബാക്കിയുള്ള എല്ലാവർക്കും 800 രൂപയുമാണ് വരുന്നത്. ഇവിടെ കാണുന്ന ഈ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ ന്യൂ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് കാണാം. അതുവഴിയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ തുടങ്ങേണ്ടത്. ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസുകളും അടങ്ങിയ നിങ്ങൾക്ക് ഏവർക്കും സ്വന്തമായിട്ട് മൊബൈലിൽ തന്നെ ആപ്ലിക്കേഷൻ നൽകാൻ സാധിക്കുന്ന ഒരു ലൈവ് ട്യൂട്ടോറിയൽ വീഡിയോ ഇന്ന് തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ സ്വന്തമായിട്ട് നൽകുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് ഏവർക്കും എല്ലാ ഡീറ്റെയിൽസുകളും പറഞ്ഞുകൊണ്ട് വിശദീകരിക്കപ്പെടുന്ന ഒരു വീഡിയോ ചാനലിൽ നിന്ന് ലഭ്യമാകുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ നൽകുന്ന എല്ലാവരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഫീ പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം ആപ്ലിക്കേഷൻ്റെ ഫൈനൽ കൺഫർമേഷൻ നടത്തേണ്ടതുണ്ട്. ഫൈനൽ കൺഫർമേഷൻ നടത്തിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. എല്ലാ വർഷങ്ങളിലും ഫൈനൽ കൺഫർമേഷൻ നടത്താത്ത ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവരുടെ ആപ്ലിക്കേഷൻ സാധാരണ ആക്സെപ്റ്റ് ചെയ്യാറില്ല. ആപ്ലിക്കേഷൻ നൽകുവാനായി വിദ്യാർത്ഥിയുടെ ഫോട്ടോ, സിഗ്നേച്ചർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, മൊബൈൽ നമ്പറും ഇമെയിൽ IDയും നിങ്ങളുടെ സ്വന്തമായിട്ടുള്ളത് തന്നെ യൂസ് ചെയ്യണം. പിന്നെ കേരളീയനാണ് എന്ന് തെളിയിക്കാൻ ഒന്നുകിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ ബർത്ത് പ്ലേസ് ഉണ്ടെങ്കിൽ അത് മതിയാകുന്നതാണ്. SSLC സർട്ടിഫിക്കറ്റ് മതിയാകുന്നതാണ്. പിന്നെ ഒന്ന് വേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ വേണ്ട രേഖയാണ്. അതിനുവേണ്ടി നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാം. ഇനി അപ്ലോഡ് ചെയ്ത് നൽകേണ്ട പ്രധാനപ്പെട്ട ഒന്ന് +2 മാർക്ക് ലിസ്റ്റ് കോപ്പിയാണ്. മുൻ വർഷങ്ങളിൽ പാസ്സായ വിദ്യാർത്ഥികൾ അത് നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. ഈ വർഷം പാസ്സായ വിദ്യാർത്ഥികളാണെങ്കിൽ ഓൺലൈൻ മാർക്ക് ലിസ്റ്റ് കോപ്പി ആവശ്യമുണ്ട് എങ്കിൽ അപ്ലോഡ് ചെയ്ത് നൽകുക. ഈ വർഷം പാസ്സായ വിദ്യാർത്ഥികളുടെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സ്കോർ പിന്നീട് വെബ്സൈറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. ഇനി അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് റിസർവേഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതുമായി ബന്ധപ്പെട്ട രേഖകളാണ്. OBC OEC വിഭാഗം വിദ്യാർത്ഥികൾ NCL നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ കീമിന് അപ്ലോഡ് യൂസ് ചെയ്തത് മതിയാകുന്നതാണ്. പക്ഷേ നീറ്റിനോ അല്ലെങ്കിൽ JEEക്കോ യൂസ് ചെയ്തത് അപ്ലോഡ് ചെയ്യാൻ പാടുള്ളതല്ല. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ ആവശ്യത്തിന് നിങ്ങൾ ഉപയോഗിച്ചത് നിങ്ങൾ ഇതിലേക്ക് യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. കേരള സംസ്ഥാന വിദ്യാഭ്യാസ ആവശ്യത്തിന് ഉള്ളതായിരിക്കണം. അത് നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റിൻ്റെ മുകളിൽ എഴുതിയതായിട്ട് കാണാവുന്നതാണ്. ഇനി ജനറൽ വിഭാഗം വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻ ലഭിക്കണമെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അതും നിങ്ങൾ കീമിന് യൂസ് ചെയ്തത് മതിയാകുന്നതാണ്. കേന്ദ്ര ആവശ്യത്തിന് നീറ്റിനോ JEEക്കോ യൂസ് ചെയ്തത് മതിയാകുന്നതല്ല. പിന്നെ SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അക്ഷയ വഴി താലൂക്ക് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി സർട്ടിഫിക്കറ്റുകളുടെ കാലാവധി പറയാം. NCL, EWS അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഇവയ്ക്കെല്ലാം 1 വർഷമാണ് കാലാവധി. 1 വർഷത്തിനകം നിങ്ങൾ എടുത്തതായിരിക്കണം. കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് 3 വർഷവും അതുപോലെ തന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് അങ്ങനെ കാലാവധിയില്ല. എത്ര പഴയതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ മൈനോറിറ്റി വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് ചില കോളേജുകളിൽ സീറ്റ് റിസർവേഷനുണ്ട്. അതിനുവേണ്ടി അവരും കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിന് അവർക്ക് SSLC സർട്ടിഫിക്കറ്റിൽ കാസ്റ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് മതിയാകുന്നതാണ്. പിന്നെ ഗവൺമെൻറ് കോളേജുകളിലും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകളിലും ഫീ കൺസെഷന് അർഹതയുള്ള എല്ലാ വിദ്യാർത്ഥികളും നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. പിന്നെ എല്ലാ വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, അഡ്മിഷനായിട്ട് ഓരോ കോളേജുകളിലേക്കും ഓപ്ഷൻ നൽകേണ്ടത് ഏത് ഘട്ടത്തിലാണ്? അത് ഈ ഒരു ഘട്ടത്തിലല്ല. ഇപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ നൽകുക മാത്രമാണ് ചെയ്യേണ്ടത്. പിന്നീട് ഓരോരുത്തർക്കുമുള്ള ഇൻഡെക്സ് അനുസരിച്ച് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. അതിനുശേഷമാണ് ഓപ്ഷൻ നൽകാൻ അവസരം ലഭിക്കുക. ഒരു വിദ്യാർത്ഥിക്ക് ഇഷ്ടമുള്ള അത്രയും ഓപ്ഷൻ നൽകാവുന്നതാണ്. എല്ലാ കോഴ്സുകളിലേക്കും എല്ലാ കോളേജുകളിലേക്കും ആവശ്യമുള്ള അത്രയും ഓപ്ഷൻ നൽകാൻ ഓരോ വിദ്യാർത്ഥികൾക്കും സാധിക്കുന്നതാണ്. ഈ വർഷത്തെ LBS BSc നഴ്സിംഗ് അതുപോലെ വിവിധ പാരാമെഡിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനുകളും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഉടൻ തന്നെ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ഏവർക്കും സ്വന്തമായി ആപ്ലിക്കേഷൻ നൽകാൻ സഹായിക്കുന്ന, മൊബൈലിൽ തന്നെ സ്വന്തമായിട്ട് ആപ്ലിക്കേഷൻ നൽകാൻ സഹായിക്കുന്ന ഒരു ലൈവ് ട്യൂട്ടോറിയൽ വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.